ഹലോ എവ്രിവൺ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സബ്ജക്ട് പഠിക്കുന്ന ഏതൊരു കൊമേഴ്സ് സ്റ്റുഡന്റും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ എഫ്എമ്മിലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക് കൂടിയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഹൗ ടു കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ നമുക്കിനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. In order to undertake any business activity, capital is required. Capital is always available at a cost and this cost is called cost of capital. ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ഈ ഒരു ക്യാപിറ്റൽ ആണെങ്കിൽ ഓൾവേസ് അവൈലബിൾ അറ്റ് എ കോസ്റ്റ് ആണ്. അതായത് നമുക്ക് ക്യാപിറ്റൽ ഒരിക്കലും സൗജന്യമായിട്ട് ലഭിക്കില്ല. ഇതിന് എപ്പോഴും ഒരു കോസ്റ്റ് ഉണ്ടാവും. ആ ഒരു കോസ്റ്റിനെയാണ് എന്ത് പറയാ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സിംപ്ലി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട് ആണ്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഫണ്ട്സ് ഒബ്റ്റെയിൻ ചെയ്യുന്ന വഴി അല്ലെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ്, ഒരു ബിസിനസ്സിന് ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. It represents the minimum rate of return that a firm or business must earn on his investment to satisfy his investors. നമ്മൾ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അവര് നമുക്ക് തരുന്ന ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ പകരം അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ആ ഒരു റിട്ടേണിന്റെ മിനിമം റേറ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിനെ വിശ്വസിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തരുന്ന ഇൻവെസ്റ്റേഴ്സിന് പകരം നമ്മൾ കൊടുക്കേണ്ട ആ ഒരു റിട്ടേൺ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു മിനിമം റേറ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും കൂടെ ക്ലിയർ ആയി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇമാജിൻ യു വാണ്ട് ടു സ്റ്റാർട്ട് എ സ്മോൾ ബേക്കറി. യു നീഡ് 10 lakh ടു ബൈ എക്യുപ്മെന്റ് ആൻഡ് എ സ്പേസ്. യു ഗെറ്റ് ദിസ് മണി ഫ്രം 2 sources. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മളൊരു ബേക്കറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കൂ. ആൻഡ് യു നീഡ് 10 lakh ടു ബൈ എക്യുപ്മെന്റ് ആൻഡ് എ സ്പേസ്. നമുക്കറിയാലോ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങൾ അതിലോട്ടുള്ളത് വാങ്ങണം. ഇപ്പോൾ ഞാനൊരു ബേക്കറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതിന് എനിക്ക് ആവശ്യം ആദ്യം ഒരു സ്പേസ് ആണ്, ഒരു ഷോപ്പ് വേണം, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങും. സോ ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് ഒരു 10 ലക്ഷം രൂപ വേണമെന്ന് വിചാരിക്കും. ഈ 10 ലക്ഷം എവിടുന്നൊക്കെ സമാഹരിക്കാം എന്നുള്ളതാണ് ഇനി താഴെ പറഞ്ഞിട്ടുള്ളത്. സോ ഞാനിപ്പോ 10 ലക്ഷം എടുക്കാൻ പോകുന്നത് 2 സോഴ്സ് വഴിയാണ്. ഒന്ന് ഫ്രം എ ബാങ്ക് അല്ലെങ്കിൽ രണ്ടാമത് ഫ്രം എ ഫ്രണ്ട്. ഇനി നിങ്ങൾ ബാങ്കിലോട്ട് പോവുകയാണ്. നിങ്ങൾ അവിടുന്ന് ഒരു 5 ലക്ഷം രൂപ, യു ബോറോ 5 lakh അറ്റ് 10% ഇൻട്രസ്റ്റ് റേറ്റ്. നിങ്ങൾ ബാങ്കിൽ പോയി ലോൺ എടുത്തു, 5 ലക്ഷം രൂപ ലോൺ എടുത്തു. ഈ ലോണ് നിങ്ങൾക്ക് 5 ലക്ഷം തന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഒരു ഇൻട്രസ്റ്റിന്റെ റേറ്റ് ആണ് 10%. അതായത് 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ബാങ്ക് കടമായിട്ട് തന്നു, അതിന്റെ കൂടെ നമ്മൾ തിരിച്ചടയ്ക്കുമ്പോൾ ഈ 5 ലക്ഷം, അതായത് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം അടച്ചാൽ പോരല്ലോ, അതിന്റെ കൂടെ ഈ 10% ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ മാസം മാസം ബാങ്കിലോട്ട് തിരിച്ചടക്കേണ്ടി വരിക. സോ ഇവിടെ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആനുവൽ ഇൻട്രസ്റ്റ് യു മസ്റ്റ് പേ ടു ദ ബാങ്ക് ആണ്. നിങ്ങൾ എടുക്കുന്ന ആ ഒരു എമൗണ്ടിൽ വരുന്ന ആനുവൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതായിരിക്കും നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് വരുന്ന ആ ക്യാപിറ്റലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ബാങ്കിൽ പോയി 5 ലക്ഷം രൂപ കടം എടുക്കുന്നു. ഈ കടം എടുക്കുന്ന 5 ലക്ഷത്തിന് നിങ്ങൾ 10% വെച്ചിട്ടായിരിക്കും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരിക. സോ ബാങ്കിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന ആ ഒരു ലോൺ എമൗണ്ട് 5 lakh, അതായത് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട്, ഈ ഒരു ക്യാപിറ്റലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ ബാങ്കിലോട്ട് അടയ്ക്കുന്ന ഈ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇനി അടുത്തതായിട്ട്, സോ നമുക്ക് ടോട്ടൽ വേണ്ടിയിരുന്നത് 10 lakh ആണ്. അതിൽ 5 lakh ആണ് നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തത്. ബാക്കി ഇനി ഒരു 5 lakh ഉണ്ടല്ലോ, അത് നിങ്ങളൊരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെന്ന് വിചാരിക്കും. സോ യുവർ ഫ്രണ്ട് ഗീവ് യു ദ അതർ 5 lakh. ബാക്കി വരുന്ന 5 ലക്ഷം നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഇനി ഈ 5 ലക്ഷത്തിന് പകരമായിട്ട് നമ്മൾ എന്തായിരിക്കും കൊടുക്കേണ്ടി വരിക? നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്ത 5 ലക്ഷത്തിന് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം 10%. ഇനി നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഒരു 5 ലക്ഷം വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ ആ വ്യക്തി പറയാണ്, നിങ്ങളൊരു 50% റിട്ടേൺ തന്നാൽ മതി ഈ 5 ലക്ഷത്തിന്റെ കൂടെ, ബിക്കോസ് ഓഫ് ദ റിസ്ക് ദേ ആർ ടേക്കിംഗ്. സോ നോക്കൂ,
നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്ത 5 ലക്ഷത്തിന് അവർ പറഞ്ഞ ഇൻട്രസ്റ്റ് 10%, നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് എടുത്ത 5 ലക്ഷത്തിന് അയാൾ ആഗ്രഹിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 15% ആയിരുന്നു. ഇനി അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കൂ. ടു സാറ്റിസ്ഫൈ ബോത്ത് ദ ബാങ്ക് ആൻഡ് യുവർ ഫ്രണ്ട്, യുവർ ബേക്കറി മസ്റ്റ് ഏൺ ആൻ ആവറേജ് റിട്ടേൺ ഓഫ് 12.5%. ഈ ഒരു റേറ്റ് എങ്ങനെ കിട്ടിയത് എന്നുള്ളത് ഇനി മുന്നോട്ട് മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ തൽക്കാലം നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് ആവറേജ് റിട്ടേൺ 12.5% ഓൺ ദാറ്റ് 10 lakh. അതായത് നിങ്ങൾ ബേക്കറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സമാഹരിച്ച അല്ലെങ്കിൽ കളക്ട് ചെയ്ത 10 lakhന്റെ ഇൻവെസ്റ്റ്മെന്റിന് മുകളിൽ നിങ്ങൾ ഏൺ ചെയ്യേണ്ട റിട്ടേൺ എന്ന് പറയുന്നത് 12.5% ആണ്. ഇനി ഇൻ കേസ് if your bakery only makes a 5% profit, you won't have enough to pay the bank interest and satisfy your friend's expectation. അപ്പൊ നിങ്ങളുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 10 lakhന്റെ മുകളിൽ നിങ്ങൾ ഏൺ ചെയ്യേണ്ട റിട്ടേൺ 12.5% ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത്ര ഏൺ ചെയ്യാൻ പറ്റില്ല, ഓൺലി 5% പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ എന്ന് വിചാരിക്കൂ. ദാറ്റ് മീൻസ് you won't have enough to pay bank interest and satisfy your friend's expectation. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിന്റെ ഇൻട്രസ്റ്റും അതേമാതിരി ഫ്രണ്ടിന്റെ എക്സ്പെക്ടേഷനും ഇത് രണ്ടും മീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളുടെ ഹർഡിൽ റേറ്റ്, അതായത് നമ്മുടെ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 12.5% ആണ്. അതായത് ദ മിനിമം പ്രോഫിറ്റ് യു മസ്റ്റ് മേക്ക് ജസ്റ്റ് ടു ബ്രേക്ക് ഈവൻ ഓൺ യുവർ ഫിനാൻസിങ്. നിങ്ങളുടെ 10 lakh നിങ്ങൾ ഒപ്റ്റെയിൻ, അതായത് കോസ്റ്റ് ഓഫ് ഒപ്റ്റെയിനിങ് ഫണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 12.5% ആണ്. നിങ്ങൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 10 lakhന്റെ മുകളിൽ നിങ്ങൾ 12.5% റിട്ടേൺ എങ്കിലും ഏൺ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന്റെ എക്സ്പെക്ടേഷനും അതേമാതിരി ബാങ്കിലോട്ട് ഉള്ള തിരിച്ചടക്കണം ഇൻട്രസ്റ്റും ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ടേംസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട് ആണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ can be defined from both firms and investors' point of view. As per investors' point of view, it is an income, and from company point of view, it is an cost. ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് രണ്ട് രീതിയിൽ, അതായത് രണ്ട് പേരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് രീതിയിലായിരിക്കും ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. കാരണം അവര് തരുന്ന ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ പകരം കൊടുക്കുന്ന ഒരു റിട്ടേണിന്റെ റേറ്റ് ആണ്. സോ ഇത് ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻകം ആയിരിക്കും. മറിച്ച് നമ്മൾ കമ്പനീന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഇതൊരു കോസ്റ്റ് ആണ്. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് ഇൻകം ആയിട്ടും പറയാം, കോസ്റ്റ് ആയിട്ടും പറയാം. പക്ഷെ ഇത് രണ്ട് പെർസ്പെക്റ്റീവിലാണ്. ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻകം, കമ്പനീന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇതൊരു കോസ്റ്റും ആണ്. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ സോളമൻ എസ്ര ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് Solomon Ezra has defined it as minimum required rate of earnings or cut-off rate for capital expenditure. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് ഏർണിങ്സ്, അതായത് നമ്മളുടെ ഫേം ഏൺ ചെയ്യേണ്ട ആ ഒരു റേറ്റ് ഉണ്ടല്ലോ, അതിലെ മിനിമം റേറ്റ് ആണ്. അതായത് ആ മിനിമം റേറ്റ് എങ്കിലും ആ ഒരു ഫേം ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് വഴി ഏൺ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിനിമം, അതായത് ഇപ്പൊ ഒരു 12% അവരുടെ ഏർണിംഗ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് അവരുടെ മിനിമം. അതിൽ കൂടുതലാകാം, പക്ഷെ കുറയാൻ പാടില്ല. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് നഷ്ടമായി പോകും. സോ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് ഏർണിങ്സ്. അതേമാതിരി കട്ട് ഓഫ് റേറ്റ്, അതായത് 12% ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കട്ട് ഓഫ് റേറ്റ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിൽ കൂടുതലാകാം, പക്ഷെ കുറയാൻ പാടില്ല. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ മറ്റു പല പേരുകളിലും നമ്മൾ അറിയപ്പെടും. അതാണ് ഈ താഴെ പറഞ്ഞിട്ടുള്ള കട്ട് ഓഫ് റേറ്റ് എന്ന് പറയും, അതേമാതിരി ടാർഗറ്റ് റേറ്റ് എന്ന് പറയും, ഹർഡിൽ റേറ്റ് അല്ലെങ്കിൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. സോ ഇത്രയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട് കളക്ട് ചെയ്യുന്നത് വഴി ഒരു ഫേമിന് അല്ലെങ്കിൽ കമ്പനിക്ക് വരുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ സോളമൻ എക്സ്ട്രേ ഡിഫൈൻ ചെയ്തതുപോലെ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് ഏർണിംഗ്സ് അല്ലെങ്കിൽ കട്ട് ഓഫ് റേറ്റ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അതിന്റെ കമ്പ്യൂട്ടേഷൻ പാർട്ടിലേക്കാണ് പോകുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് രീതിയിലാണ് കമ്പ്യൂട്ടേഷൻ നടത്തുന്നത്. അതാണ് ഒന്ന് മെഷർമെന്റ് ഓഫ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മെഷർമെന്റ് ഓഫ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് തന്നെ 4 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് 4 സോഴ്സ് ഓഫ് ഫണ്ടിന്റെ കാൽക്കുലേഷനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ഈ 4 സോഴ്സ് ഓഫ് ഫണ്ടിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേഷനെ കുറിച്ചാണ് ഇനിയുള്ള സ്ലൈഡുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലില് 4 സോഴ്സ് ഓഫ് ക്യാപിറ്റലിന്റെ കോസ്റ്റ് കാൽക്കുലേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇത് നോക്കുമ്പോൾ എ കമ്പനി ടിപ്പിക്കലി റേസ് ഡെപ്റ്റ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്സ്. ഒരു കമ്പനിക്ക് ഡെപ്റ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ അവർ നോർമലി ഇഷ്യൂ ചെയ്യുന്ന 2 ഇൻസ്ട്രുമെന്റ്സ് ആണ് ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്സ്. ഇനി ഡിബഞ്ചേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിബഞ്ചേഴ്സ് ആർ ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഓർ ഗവൺമെന്റ് ടു റേസ് ക്യാപിറ്റൽ. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഒന്നെങ്കിൽ കമ്പനി ആകാം, ഗവൺമെന്റ് ആകാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റേസ് ക്യാപിറ്റൽ ഫ്രം ദ പബ്ലിക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി ഈ ഡിബഞ്ചേഴ്സ് തന്നെ ഡിബഞ്ചേഴ്സ് മേ ബി ഇഷ്യൂഡ് അറ്റ് പാർ, അറ്റ് പ്രീമിയം ഓർ അറ്റ് ഡിസ്കൗണ്ട്. ഡിബഞ്ചേഴ്സ് നമുക്ക് ഒന്നെങ്കിൽ പാറിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. ഇനി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് താഴെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട റിട്ടേൺ എന്ന് പറയുന്നത് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. സോ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നോക്കണം. പിന്നെ ഡിസ്കൗണ്ട് ഓർ പ്രീമിയം ഓൺ ഇഷ്യൂ. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് പ്രീമിയത്തിലാണോ ഇഷ്യൂ ചെയ്തത്, ഡിസ്കൗണ്ടിലാണോ ഇഷ്യൂ ചെയ്തത് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. തേർഡ് വൺ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഓർ പ്രീമിയം ഓൺ റിഡംഷൻ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ഒരു ഇന്ന ടൈം പീരീഡിനാണ്. ആ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നമ്മൾ അത് റെഡീം ചെയ്തെടുക്കണം. അങ്ങനെ റെഡീം ചെയ്യുന്ന സമയത്ത് അത് ഡിസ്കൗണ്ടിലാണോ റെഡീം ചെയ്യുന്നത്, പ്രീമിയത്തിലാണോ റെഡീം ചെയ്യുന്നത് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. പിന്നെ ആസ് യൂഷ്വൽ ഇൻകം ടാക്സ് റേറ്റ്. ഡിബഞ്ചറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ടൈപ്പ് ഓഫ് ഡെപ്റ്റ്. നമുക്കറിയാം ഡിബഞ്ചേഴ്സിന് റെഡീമബിൾ ഉണ്ട്, ഇറഡീമബിൾ ഉണ്ട്. റെഡീമബിൾ എന്ന് പറയുമ്പോൾ ഒരു ഇത്ര ടൈം പീരീഡ് കഴിഞ്ഞ് റെഡീം ചെയ്തെടുക്കുന്നതിന് റെഡീമബിൾ എന്നും അതിന് റെഡീം ചെയ്യാൻ പറ്റാത്ത ഇൻസ്ട്രുമെന്റ്സിനെ ഇറഡീമബിൾ എന്ന് പറയും. സോ ഈ 5 ഫാക്ടേഴ്സും കൂടെ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അത് അപ്ലൈ ചെയ്ത് നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസിലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ അല്ലെങ്കിൽ പെർപെച്വൽ ഡെപ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇക്വേഷൻ എങ്ങനെ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ KD കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഇക്വേഷൻ ആണുള്ളത്. 2 ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണും ടാക്സിന്റെ ഡിഫറൻസ് ആണ് ഇക്വേഷനിൽ ആകെ വരുന്നത്. ഒന്ന് ബിഫോർ ടാക്സ് ഉണ്ട്, ഒന്ന് ആഫ്റ്റർ ടാക്സ് ഉണ്ട്. അതിന് ബിഫോർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം KD ഈസ് ഇക്വൽ ടു I ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. ഇനി ആഫ്റ്റർ ടാക്സ് ആണെങ്കിലോ KD ഈസ് ഇക്വൽ ടു I ഇൻറ്റു 1 മൈനസ് T ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. അതായത് 2 ഇക്വേഷനും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ആ ഒരു ഡിഫറൻസിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് റേറ്റ് ആണ്. ചിലപ്പോൾ ബിഫോർ ടാക്സ് ആയിരിക്കും കാണേണ്ടി വരുന്നത് ആ സമയത്ത് ഈ ഇക്വേഷൻ. ദെൻ ചില സമയത്ത് നമുക്ക് ആഫ്റ്റർ ടാക്സ് ആയിരിക്കും കാണേണ്ടി വരുന്നത് ആ സമയത്ത് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇക്വേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിനകത്തെ ഓരോ ഫാക്ടേഴ്സും, അതായത് KD എന്താ, ഇൻട്രസ്റ്റ് എന്താ, നെറ്റ് പ്രൊസീഡ്സ് എന്താ എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ നമുക്ക് ഇനി അതെന്താന്ന് നോക്കാം. നോക്കൂ, KD എന്താണ്? KD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, നമ്മൾ എന്താണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതിനെ നമ്മൾ ഫിനാൻസിൽ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് KD. ഇനി അടുത്തത് ഇക്വേഷനിൽ I എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നു.
അതിവിടെ ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. അറിയാലോ, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻട്രസ്റ്റിനാണ്. സോ ഒരു ഇൻട്രസ്റ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷനിൽ ഐ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് 1 മൈനസ് ടി. ആഫ്റ്റർ ടാക്സ് ഇക്വേഷനിൽ കാണാം ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടി. സോ ഈ 1 മൈനസ് ടി എന്ന് ഉദ്ദേശിക്കുന്നത് 1 മൈനസ് ടാക്സ് റേറ്റ് ആണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ അതിനകത്തൊരു ടാക്സ് റേറ്റും കൂടെ തന്നിട്ടുണ്ടാവും ചില ക്വസ്റ്റ്യനിൽ, ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. സോ ടാക്സ് റേറ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ 1 മൈനസ് ടി അപ്ലൈ ചെയ്യണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. അതിനെയാണ് നമ്മൾ എൻ പി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയുള്ള ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ചെറിയൊരു ഡിഫറൻസ് വരുന്നത് നമ്മൾ ആഫ്റ്റർ ടാക്സ് ആണോ ബിഫോർ ടാക്സ് ആണോ എന്ന് നോക്കണം. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ ഫിഗേഴ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കണ്ടെത്താം. വളരെ സിമ്പിൾ ആണ് KD കാൽക്കുലേഷൻ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡുകളിലായിട്ട് ഇതിൽ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, നമുക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. വളരെ സിമ്പിളുമാണ്. സോ കാൽക്കുലേഷൻ ഓഫ് ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് നമ്മൾ കണ്ടു, ഇറഡീമബിൾ ഡെപ്റ്റ്. സോ അതിനകത്ത് അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച സമയത്ത് അതിനകത്ത് നമ്മൾ കണ്ടൊരു ടേം ആണ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ദ ഡെപ്റ്റ്. സോ ഈ നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇറ്റ്സ് റിലേറ്റഡ് ടു ഹൗ ദ ഡെപ്റ്റ് ഈസ് ഇഷ്യൂഡ്. ഒരു ഡിബഞ്ചർ അല്ലെങ്കിൽ ബോൺസ് ഇതെങ്ങനെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത് എന്നതിനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും നമ്മുടെ നെറ്റ് പ്രൊസീഡ്സിന്റെ കാൽക്കുലേഷൻ. സോ നമുക്കറിയാം ഡിബഞ്ചേഴ്സ് ഒന്നെങ്കിൽ പാറിൽ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പ്രീമിയത്തിൽ, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ. സോ ഈ 3 രീതിയിലും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെറ്റ് പ്രൊസീഡ്സിന്റെ കാൽക്കുലേഷനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ സ്ലൈഡിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കാൽക്കുലേഷൻ ഓഫ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ദ ഡിബഞ്ചർ. ഇവിടെ നോക്കൂ, ഫസ്റ്റ് വൺ നോക്കൂ, വെൻ ഡെപ്റ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ. പാറിലാണ് നമ്മളൊരു ഡിബഞ്ചർ അല്ലെങ്കിൽ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? നെറ്റ് പ്രൊസീഡ്സ് ഈസ് ഇക്വൽ ടു ഫേസ് വാല്യൂ മൈനസ് ഇഷ്യൂഡ് എക്സ്പെൻസ്. ഫേസ് വാല്യൂ മൈനസ് ഇഷ്യൂഡ് എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണ്. നമ്മൾ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 100 ആണെന്ന് വിചാരിക്കാം. ദെൻ അതിന്റെ ഇഷ്യൂ എക്സ്പെൻസ്, അതായത് ഒരു ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ബ്രോക്കറേജ്, കമ്മീഷൻ, അങ്ങനെ കുറച്ച് എക്സ്പെൻസുകൾ വരും. സോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇഷ്യൂ സമയത്ത് വന്നൊരു എക്സ്പെൻസ് 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് എന്തായിരിക്കും? 100 മൈനസ് 5 ദാറ്റ് ഈസ് 95. ഇനി അതല്ലെങ്കിൽ അടുത്ത കേസ് നോക്കൂ, നമ്മൾ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്തത് അറ്റ് പ്രീമിയം ആണ്, അതായത് പ്രീമിയത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സിന്റെ കാൽക്കുലേഷനിൽ ചെറിയൊരു വ്യത്യാസം, അതായത് ഫേസ് വാല്യൂവിന്റെ കൂടെ നമ്മൾ പ്രീമിയം കൂടെ ആഡ് ചെയ്യുന്നു, ദെൻ മൈനസ് ഇഷ്യൂഡ് എക്സ്പെൻസ്. ഇപ്പൊ നെറ്റ് പ്രൊസീഡ്സ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം മൈനസ് ഇഷ്യൂഡ് എക്സ്പെൻസ്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫേസ് വാല്യൂ നേരത്തെ എക്സാമ്പിളിന് 100 ആണെന്ന് വിചാരിക്കുക. ദെൻ പ്രീമിയം ഒരു 5 ആണെന്ന് വിചാരിക്കുക, ₹5. ദെൻ ഇഷ്യൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നതും 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് എത്ര വരിക? 100 പ്ലസ് 5 മൈനസ് 5 ചെയ്യുമ്പോൾ 100 തന്നെ. അപ്പൊ ഇവിടെ നെറ്റ് പ്രൊസീഡ്സ് കാണുന്ന സമയത്ത് ഡിബഞ്ചേഴ്സ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് വാല്യൂവിന്റെ കൂടെ പ്രീമിയം കൂടെ ആഡ് ചെയ്യുന്നു, ദെൻ മൈനസ് ഇഷ്യൂഡ് എക്സ്പെൻസ്. ഇനി അടുത്ത നോക്കൂ, വെൻ ഡെപ്റ്റ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. നമ്മൾ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിലാണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് മൈനസ് ഇഷ്യൂഡ് എക്സ്പെൻസ്. നേരത്തെ പ്രീമിയത്തിലായപ്പോൾ നമ്മൾ ആഡ് ചെയ്തു, ഡിസ്കൗണ്ടിലാവുമ്പോൾ നമ്മൾ ലെസ് ചെയ്യണം. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ, ഇപ്പോ നമ്മുടെ ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ് എന്ന് വിചാരിക്കുക. ദെൻ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തത് 5 ആണെന്ന് വിചാരിക്കുക, 5. ദെൻ മൈനസ് ഇഷ്യൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നതും 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര വരിക? 19. സോ ഇത് 19 ആയിരിക്കും നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ്. സോ നെറ്റ് പ്രൊസീഡ്സിന്റെ കാൽക്കുലേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പാറിലാണോ പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്ത് അതിനുശേഷം നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 3 ഏത് ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന്റെ ഇക്വേഷനിൽ ഈ നെറ്റ് പ്രൊസീഡ്സ് അപ്ലൈ ചെയ്ത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്
കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. എ ലിമിറ്റഡ് ഇഷ്യൂസ് ₹10,000 8% debentures at par. The tax rate applicable to the company is 50%. Compute cost of debt capital. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, മനസ്സിലായി കാണുമല്ലോ. എ ലിമിറ്റഡ് ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹10,000 ആണ്. ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 8% ആണ്. ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അറ്റ് പാറിലുമാണ്. ഇത് ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് 50% ആണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. നമ്മളോട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ടാക്സ് റേറ്റ് തന്നുകൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാലോ എന്താണ്. കെ ഡി ഈസ് ഇക്വൽ ടു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ കെ ഡി എന്ന് പറയുന്നത് ഈസ് ഇക്വൽ ടു ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടി ഡിവൈഡഡ് ബൈ എൻ പി, അതായത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. അപ്പൊ നമുക്കിതാ ഞാൻ സൈഡിൽ ഓൾറെഡി ഫിഗേഴ്സ്, ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നോക്കൂ, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. നമ്മൾ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ പ്രകാരം നമുക്ക് ഇനി ആവശ്യമുള്ളത് ഐ ആണ്, ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ ഫേസ് വാല്യൂ ആയിട്ടുള്ള ₹10,000 ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 8%, ദാറ്റ് ഈസ് 800. ഇനി ക്വസ്റ്റ്യനിൽ നമ്മൾ ഇക്വേഷൻ പ്രകാരം നമുക്ക് ആവശ്യമുള്ളത് 1 - ടി ആണ്. സോ 1 - ടി എങ്ങനെ കാണുക? 1 - 0.5, അതായത് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 50% ആണ്. അത് നമ്മൾ 0.5 ആയിട്ട് എടുക്കുന്നു. 1 - 0.5 ഈസ് ഇക്വൽ ടു 0.5. ഇനി അടുത്ത ഇക്വേഷൻ പ്രകാരം നമുക്ക് ആവശ്യമുള്ളത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. നെറ്റ് പ്രൊസീഡ്സ് ഞാൻ ഓൾറെഡി എങ്ങനെ കാണേണ്ടത് എന്നുള്ളത് ഇക്വേഷൻ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇവിടെ നോക്കുമ്പോൾ ഫേസ് വാല്യൂ 10,000, പിന്നെ ഇഷ്യൂഡ് എക്സ്പെൻസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ 0 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 10,000 ആണ്. ഇനി നമുക്ക് ഇക്വേഷനിൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫിഗേഴ്സ് നേരിട്ട് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഐ എന്ന് പറയുന്നത് 800 ആണ്. ഇൻറ്റു 1 - ടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.5. ദെൻ ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സും നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് 10,000. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 4% ആയിരിക്കും ആൻസർ വരുന്നത്. 4%. ഒരു കാര്യം എപ്പോഴും ആലോചിക്കണം, കെ ഡി അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഇൻറ്റു 100 നിങ്ങൾ ചെയ്യണം. അത് ഇക്വേഷനിൽ കാണില്ല, പക്ഷെ നിങ്ങൾ ഇൻറ്റു 100 ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെർസെൻറ്റേജിൽ ആൻസർ കിട്ടും, ദാറ്റ് ഈസ് 4%. സോ ഇങ്ങനെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേമാതിരി ഇക്വേഷനും സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കാണാൻ. ഇവിടെ ടാക്സ് റേറ്റ് തന്നുകൊണ്ട് നമ്മൾ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണുന്നു. അല്ലാത്ത പക്ഷം നമ്മൾ ബിഫോർ ടാക്സിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ, കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. So next question, a limited issue ₹10,000 8% debentures at a premium of 10%. The tax rate applicable to the company is 50%. Compute cost of debt capital. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? എ ലിമിറ്റഡ് 8% ഇൻട്രസ്റ്റ് വരുന്ന ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹10,000 ആണ്. അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പ്രീമിയത്തിലാണ്. പ്രീമിയത്തിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആണ്. ദെൻ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ടു ദ കമ്പനി ഈസ് 50%. നമ്മുടെ കമ്പനിയുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 50% ആണ്. കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ആകെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചർ ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പ്രീമിയത്തിലാണ് എന്ന ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്
ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. സോ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് എഴുതിയാൽ നോക്കാം. സോ കെ ഡി ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് ഐ. ഇവിടെ ടാക്സ് റേറ്റ് നമുക്ക് തന്നുകൊണ്ട് ആഫ്റ്റർ ടാക്സ് ആണ്. സോ ഐ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഇതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. സോ ഇനി ഈ ഇക്വേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ഫാക്ടേഴ്സും അല്ലെങ്കിൽ ഫിഗേഴ്സും നമുക്ക് കണ്ടെത്താം. അതെങ്ങനെയെന്ന് നോക്കാം. സി, നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓരോ ഫിഗേഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ഇക്വേഷൻ ആവശ്യമായിട്ടുള്ളത്. നോക്കൂ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ലിമിറ്റഡ് ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. സോ ഫേസ് വാല്യൂ ഇസ് ഇക്വൽ ടു ₹10,000. ഇനി നമ്മുടെ ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പ്രീമിയത്തിലാണ്. സോ പ്രീമിയം എമൗണ്ട് കാണാൻ വേണ്ടി നമ്മുടെ ഫേസ് വാല്യൂ ആയിട്ടുള്ള 10,000 ഇൻറ്റു 10% ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 1000 ആണ്. പിന്നീട് നമുക്ക് ഇക്വേഷൻ ആവശ്യമായിട്ടുള്ളത് ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഐ. ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി നമ്മുടെ ഫേസ് വാല്യൂ ആയിട്ടുള്ള 10,000 ഇൻറ്റു ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് 8% അപ്ലൈ ചെയ്യുന്നു. സോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 800 ആയി കിട്ടും. Then 1 minus t, അറിയാലോ 1 minus t എന്ന് പറയുമ്പോൾ 1 minus tax. So 1 minus 0.5, അതായത് 50% ആണ് നമ്മുടെ ടാക്സ് റേറ്റ്. So 1 minus 0.5 is equal to 0.5. അടുത്തത് NP. NP എന്ന് പറഞ്ഞാൽ അറിയാലോ നെറ്റ് പ്രൊസീഡ്സ്. നമ്മൾ ഓരോന്നും എങ്ങനെയാണ് നെറ്റ് പ്രൊസീഡ്സ് ഓരോ സിറ്റുവേഷനിലും ഡിബെഞ്ചർ പാർലി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നെറ്റ് പ്രൊസീഡ് എങ്ങനെയാണ് കാണേണ്ടതെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ പ്രീമിയത്തിലായതുകൊണ്ട് നെറ്റ് പ്രൊസീഡ്സ് കാണുന്ന സമയത്ത് നമ്മൾ ഫേസ് വാല്യൂ ആയിട്ടുള്ള 10,000 അതിന്റെ കൂടെ പ്രീമിയം ആയിട്ടുള്ള 1,000 ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇഷ്യൂ എക്സ്പെൻസ് ഒന്നും തന്നെ ക്വസ്റ്റ്യനിൽ തരാത്തതുകൊണ്ട് അത് 0 ആയിട്ട് എടുക്കുന്നു. സോ ടോട്ടലി നെറ്റ് പ്രൊസീഡ്സ് വരുന്നത് ₹11,000 ആണ്. സോ ഇക്വേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫിഗേഴ്സും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ആ ഫിഗേഴ്സ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇക്വേഷനിലോട്ട്. സോ കെ ഡി ഈസ് ഇക്വൽ ടു ഐ, അതായത് ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 800 ഇൻറ്റു 1 മൈനസ് ടി എന്ന് പറയുന്നത് 1 മൈനസ് ടാക്സ് ആണ്. ദാറ്റ് ഈസ് 0.5 ആണ്. ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 11,000. പിന്നെ അറിയാലോ കെ ഡി, അതായത് കോസ്റ്റ് ഒക്കെ നമ്മൾ പെർസെന്റേജ് ഫോമിലാണ് കണ്ടെത്തുന്നത്. സോ ഇൻറ്റു 100 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 3.64% ആയിരിക്കും. 3.64%. സോ ഈ ക്വസ്റ്റ്യനിൽ കെ ഡി എന്ന് പറയുന്നത് 3.64% ആയിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതുവരെ നമ്മൾ ഡിബെഞ്ചർ പാർലി ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതും ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിബെഞ്ചർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കാണുക എന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ലിമിറ്റഡ് ഇഷ്യൂസ് ₹10,000 8% debentures at a discount of 5%. Tax rate applicable to the company is 60%. Compute cost of debt capital. So ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ ലിമിറ്റഡ് ₹10,000 ഫേസ് വാല്യൂ ഉള്ളൊരു 8% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തു. ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഒരു ഡിസ്കൗണ്ടിലാണ് അറ്റ് 5%. ഇനി ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് 16% ആണ്. കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. സോ നമ്മുടെ ഇക്വേഷന് എന്താണെന്ന് അറിയാലോ. ഇക്വേഷൻ എന്ന് പറയുന്നത് കെ ഡി ഈസ് ഇക്വൽ ടു, ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ എഴുതുക. ദാറ്റ് ഈസ് കെ ഡി. കെ ഡി ഈസ് ഇക്വൽ ടു ഐ ഇൻറ്റു ഇറഡീമബിൾ ഡെപ്റ്റ് ആയതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടി ആണ്. ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. പെർസെന്റേജ് ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷന്റെ കൂടെ ഇൻറ്റു 100 കൊടുക്കുന്നത്. സോ നമ്മൾ ഈ ഇക്വേഷനിൽ വേണ്ട ഓരോ ഫിഗേഴ്സും നമ്മൾ ഓൾറെഡി സൈഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹10,000 ആണ്. ഡിബെഞ്ചറിന്റെ ഫേസ് വാല്യൂ 10,000. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് വാല്യൂ ആയിട്ടുള്ള 10,000ന്റെ മുകളിൽ 5%, ദാറ്റ് ഈസ് 500 ആണ് ഡിസ്കൗണ്ട് വരുന്നത്.
ദെൻ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫേസ് വാല്യൂ ആയിട്ടുള്ള 10,000 ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് ഈസ് 8%. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത് 800. ദെൻ ഇവിടെ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് 60% ആണ്. സോ നമ്മുടെ ഇക്വേഷൻ പ്രകാരം 1 മൈനസ് ടി കാണണം. സോ ദാറ്റ് ഈസ് 1 മൈനസ് 0.6 ദാറ്റ് ഈസ് 0.4 ആണ് നമുക്ക് കിട്ടുക. ദെൻ നെറ്റ് പ്രൊസീഡ്സ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കൗണ്ടിലാവുന്ന സമയത്ത് എങ്ങനെ കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫേസ് വാല്യൂ വന്നിട്ടുണ്ട് 10,000. ദെൻ പിന്നെ ഡിസ്കൗണ്ട് ആണ് മൈനസ് ചെയ്യേണ്ടത്. ഡിസ്കൗണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 500. സോ 500 കൂടെ ലെസ് ചെയ്ത് കഴിഞ്ഞ് ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റിനെ പറ്റി ക്വസ്റ്റ്യൻ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. ദെൻ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 9,500 ആണ്. സോ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷനിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഫിഗേഴ്സും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇക്വേഷനിലോട്ട് അത് അപ്ലൈ ചെയ്യാണ്. ഐ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ദാറ്റ് ഈസ് 800 ആണ്. 800 ഇൻറ്റു 1 മൈനസ് ടി എന്ന് പറയുന്നത് 0.4 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ കണ്ടുപിടിച്ചു ദാറ്റ് ഈസ് 9,500. ദെൻ നമ്മളുടെ ഇൻറ്റു 100 ചെയ്യാം. ദെൻ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ നോക്കി കഴിഞ്ഞാൽ 800 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 9,500 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 3.37% ആണ്. അതായത് 3.368 വരും. അതിൽ ലാസ്റ്റത്തെ ഫിഗർ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് അത് 7 ആക്കും. സോ ഇങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഡിസ്കൗണ്ടിൽ ഡിബഞ്ചർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് KD കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിലും ഡിസ്കൗണ്ടിലാണെങ്കിലും പാറിലാണെങ്കിലും നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂ എക്സ്പെൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇഷ്യൂ എക്സ്പെൻസും കൂടെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. A limited issue rupees 2 lakh 9% debentures at a premium of 10%. The flotation cost are 2%. Tax rate applicable to the company is 60%. Compute cost of debt capital. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ്ട്രാ അതിൽ വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് മാത്രമാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. A limited rupees 2 lakh ഇഷ്യൂ പ്രൈസ് വരുന്ന ഒരു 9% ഇൻട്രസ്റ്റുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. മറ്റേ പ്രീമിയം ഓഫ് 10%. പ്രീമിയം എന്ന് പറയുന്നത് 10%. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 2%. ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് 60%. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. സോ ആസ് യൂഷ്വൽ നമ്മൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്മളുടെ ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ എന്താണോ അത് നമ്മൾ ആദ്യം എഴുതുക. ഇവിടെ ഇറഡീമബിൾ ഡെപ്റ്റ് ആയതുകൊണ്ട് KD is equal to interest into 1 minus T divided by net proceeds into 100. ഇനി ഈ ഒരു ഇക്വേഷനിലോട്ട് ആവശ്യമായിട്ടുള്ള ഓരോ ഫിഗേഴ്സും നമ്മൾ കണ്ടെത്തണം ക്വസ്റ്റ്യനിൽ നിന്ന്. സോ നോക്കുന്ന സമയത്ത് നമുക്കറിയാം A ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതായത് ഡിബഞ്ചറിന്റെ ഇഷ്യൂ പ്രൈസ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 2 lakh ആണ്. സോ അതിവിടെ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 2 lakh. ദെൻ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അറ്റ് എ പ്രീമിയം ഓഫ് 10% ആണ്. സോ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ഈ 2 lakhന്റെ 10% ആണ്. ദാറ്റ് ഈസ് ₹20,000. ഇനി ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 9% ആണ്. സോ നമ്മൾ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് ആയിട്ടുള്ള 2 lakhന്റെ മുകളിൽ 9% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് ₹18,000 ആണ്. ദെൻ ഇനി നമ്മൾ കാൽക്കുലേഷനിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു പോർഷൻ ആണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റിന്റെ കോസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പ്രീമിയത്തിലാണ്. സോ പ്രീമിയത്തിലായതുകൊണ്ട് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫേസ് വാല്യൂ ആയിട്ടുള്ള 2 lakh പ്ലസ് നമ്മളിവിടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്രീമിയത്തിലാണ്. സോ ₹20,000 കൂടെ
നമ്മൾ ഫേസ് വാല്യൂ ആയിട്ടുള്ള 2 ലാഖിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. സോ 2 ലാഖ് പ്ലസ് 20,000 എന്ന് പറയുമ്പോൾ 2,20,000 ഇൻറ്റു 2%. സോ ആൻസർ വരുന്നത് 4,400 ആണ്. ഇവിടെ നമ്മൾ ഡിബഞ്ചറിന്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 2 ലാഖ് ആണ്. സോ ഈ 2 ലാഖ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പ്രീമിയത്തിലാണ്. സോ ആ പ്രീമിയം ആയിട്ടുള്ള 20,000 കൂടെ നമ്മൾ ഇഷ്യൂ പ്രൈസ് ആയിട്ടുള്ള 2 ലാഖിന്റെ കൂടെ ആഡ് ചെയ്യണം. കാരണം ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഇഷ്യൂ എക്സ്പെൻസ് ആണ്. ഇഷ്യൂ ചെയ്യുന്നത് വഴി ആ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. 2% ആണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന പ്രീമിയത്തിലാണ്. സോ ആ പ്രീമിയം എമൗണ്ടും കൂടെ നമ്മൾ ഇഷ്യൂ പ്രൈസിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. സോ ടോട്ടൽ 2,20,000 നമുക്ക് കിട്ടും. ഈ 2,20,000 മുകളിലാണ് നമ്മൾ പിന്നീട് ഈ 2% അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ 2% അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4,400 ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ടാക്സ് റേറ്റ് 1 - t. ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50% ആണെന്ന്. സോ 1 - 0.6 ചെയ്യുമ്പോൾ 0.4 കിട്ടും. ഇനി നെക്സ്റ്റ് നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ പറഞ്ഞിരുന്നു. പ്രീമിയത്തിലാകുന്ന സമയത്ത് നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇഷ്യൂ പ്രൈസ് പ്ലസ് പ്രീമിയത്തിലായതുകൊണ്ട് ആ പ്രീമിയം എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂ എക്സ്പെൻസ്. സോ അതൊക്കെ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂ 2 ലാഖ് പ്ലസ് പ്രീമിയം 20,000 മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 4,400. ആൻസർ എന്ന് പറയുന്നത് 2,50,600 ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നതുകൊണ്ട് മാത്രം വരുന്ന ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഫ്ലോട്ടേഷൻ കോസ്റ്റിന്റെ കാൽക്കുലേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ശ്രദ്ധിക്കണം. ഇവിടെ പ്രീമിയത്തിലായതുകൊണ്ട് നമ്മൾ ഫേസ് വാല്യൂന്റെ കൂടെ അത് ആഡ് ചെയ്തതിന് ശേഷമാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് പെർസെന്റേജ് ആയിട്ടുള്ള 2% അപ്ലൈ ചെയ്യുന്നത്. ദെൻ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇവിടുന്ന് ലെസ് ചെയ്യും കൂടെ വേണം. സോ ഇത്രയും പാർട്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. നമ്മൾ ഫിഗേഴ്സ് എല്ലാം കണ്ടെത്തി. ഇനി നമ്മളത് നേരിട്ട് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 18,000 ആണ്. ഇൻറ്റു 1 - t നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.4. ദെൻ ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ആണ്. അതും നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 2,15,600. ദെൻ അറിയാലോ പെർസെന്റേജ് ഫോമിലോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഇൻറ്റു 100 കൂടെ കൊടുക്കുന്നു. ഇതിവിടെ എഴുതണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പെർസെന്റേജ് അവിടെ കാണിച്ചാൽ മതി. സോ 18,000 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 2,50,600 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 3.3395 എന്നാണ്. നമ്മളത് പോയിന്റ് കഴിഞ്ഞൊരു 2 ഡിജിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം 3.34% ആണെന്ന് പറയാം. 3.34%. അതായത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നമ്മൾ അതായത് പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 3.339 നമ്മൾ 0.34. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3.34 ആണ്. സോ ഇതാണ് ഇതിലെ ലാസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത സ്ലൈഡിൽ നമ്മൾ റെഡീമബിൾ ഡെപ്റ്റിന്റെ കാൽക്കുലേഷനും മറ്റുമായിരിക്കും നോക്കുന്നത്. സോ ലെറ്റ്സ് സീ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് കാൽക്കുലേഷൻ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതിൽ ഡെപ്റ്റിന്റെ റെഡീമബിളും ഉണ്ട് ഇറഡീമബിളും ഉണ്ട്. അതിൽ ഇറഡീമബിൾ ഡെപ്റ്റിന്റെ കോസ്റ്റ് കാൽക്കുലേഷൻ ആണ് ഇതുവരെയുള്ള സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതിനകത്ത് 4 ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് കാൽക്കുലേഷൻ ആണ്. അത് കാൽക്കുലേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ റെഡീമബിൾ ഡെപ്റ്റ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Redeemable debt refers to debt which is to be redeemed after the stipulated period. Redeemable debt എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് it can be redeemed after a stipulated period ആണ്. അതായത് ഒരു നിശ്ചിത കാലയളവ് ഇതിന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. മേ ബി നമ്മളൊരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 2 ഇയേഴ്സിനായിരിക്കാം.
സോ ആഫ്റ്റർ 2 years കമ്പനി അത് റെഡീം ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഡെപ്റ്റ് നമ്മൾ അതിനൊരു പ്രത്യേക കാലാവധിക്ക് ശേഷം റെഡീം ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ റെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് കാൽക്കുലേഷന്റെ ഇക്വേഷൻ ആണ് ഇവിടെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഫോർ ടാക്സ് ഉണ്ട്, ആഫ്റ്റർ ടാക്സ് ഉണ്ട്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല രണ്ട് ഇക്വേഷനും തമ്മിൽ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ദെൻ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും വരുന്ന സമയത്ത് ബിഫോർ ടാക്സ് ആകുമ്പോൾ നമുക്ക് അറിയാലോ ജസ്റ്റ് ഇൻട്രസ്റ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ആഫ്റ്റർ ടാക്സ് ആകുമ്പോൾ ആ ഇൻട്രസ്റ്റിന്റെ കൂടെ ഇൻറ്റു 1 - t കൂടെ കൊടുക്കണം. അത്ര ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. സോ നോക്കൂ, ബിഫോർ ടാക്സിന്റെ ഇക്വേഷൻ നമ്മുടെ ഇവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് സ്ലൈഡിൽ. കെ ഡി ഇസ് ഇക്വൽ ടു ഐ പ്ലസ് ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ എൻ ഹോൾ ഡിവൈഡഡ് ബൈ ആർ വി പ്ലസ് എൻ പി ഡിവൈഡഡ് ബൈ 2. ഇനി ആഫ്റ്റർ ടാക്സ് ആവുന്ന സമയത്ത് ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഈ ടാക്സിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്നുള്ളൂ. ദാറ്റ് ഈസ് കെ ഡി ഇസ് ഇക്വൽ ടു ഐ ഇൻറ്റു അതായത് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - t പ്ലസ് ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ എൻ ഓൾ ഡിവൈഡഡ് ബൈ ആർ വി പ്ലസ് എൻ പി ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷനിലെ ഓരോ വേർഡ്സും നമ്മൾ പറഞ്ഞിരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതിനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ ഇതിലെ ഓരോ ടേംസും എന്തിനെയാണ് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഐ എന്ന ടേം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റിനെയാണ്. അതായത് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയാണ്. ആ ഒരു ഇൻട്രസ്റ്റിനെയാണ് ഐ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ദെൻ ആർ വി നമ്മൾ പറഞ്ഞു റെഡീമബിൾ ഡിബഞ്ചർ ആണ്. ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് നമ്മൾ ഇത് റെഡീം ചെയ്തെടുക്കുന്നതാണ്. സോ ആ ഒരു റെഡീമബിൾ വാല്യൂവിനെയാണ് നമ്മൾ ഇവിടെ ഇക്വേഷനിൽ ആർ വി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് എൻ പി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നെറ്റ് പ്രൊസീഡ്സ്. ദെൻ ഈ എൻ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ള എൻ ആണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് എത്ര വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ ഡിബഞ്ചർ റെഡീം ചെയ്തെടുക്കുന്നത്. അതിനെയാണ് ഈ എൻ എന്ന് പറഞ്ഞ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇയേഴ്സ്. സോ ഇത്രയാണ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റിൽ പറയാനുള്ളത്. കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇതും കൂടെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും വളരെ എളുപ്പമായിരിക്കും. സോ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റിന്റെ ഇക്വേഷനും അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇനി നമ്മളത് അതിനകത്ത് ഒരു പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. എ കമ്പനി ഇഷ്യൂ ₹10 lakh 10% redeemable debentures at a discount of 5%. Cost of flotation amount to ₹30,000. Debentures are redeemed after 5 years. Calculate before tax and after tax cost of debt, assuring a tax rate of 55%. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്തു ₹10 lakh. ഇഷ്യൂ പ്രൈസ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് 10 lakh ആണ്. 10% റെഡീമബിൾ ഡിബഞ്ചർ ആണ്. ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% ആണ്. കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് അല്ല, ക്വസ്റ്റ്യനിൽ നേരിട്ട് എമൗണ്ട് തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ₹30,000. ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് ആഫ്റ്റർ 5 years. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റെഡീമബിൾ ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്തതെന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളിത് റെഡീം ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ 5 years ആണ്. 5 yearന് ശേഷമാണ് ഈ ഡിബഞ്ചേഴ്സ് നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്നത്. ദെൻ calculate before tax and after tax cost of debt, assuring a tax rate of 55%. നമ്മുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 55% ആണ്. സോ നമ്മൾ രണ്ട് രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ബിഫോർ ടാക്സും കാൽക്കുലേറ്റ് ചെയ്യണം, ആഫ്റ്റർ ടാക്സും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ ബിഫോർ ടാക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് 1 എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ബിഫോർ ടാക്സ് ആണ്. ബിഫോർ ടാക്സ് ആണെന്ന് വെച്ചാൽ ഓക്കെ. സോ ഇനി നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ
അതാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. സോ KD ഈസ് ഇക്വൽ ടു I പ്ലസ് RV മൈനസ് NP ഡിവൈഡഡ് ബൈ N ഹോൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ഡിവൈഡഡ് ബൈ 2. ഇതെന്നറിയാലോ, നമ്മൾ പെർസെൻറ്റേജ് ഫോമിലാണ് KD കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഇൻറ്റു 100, അത് ഇട്ടില്ലേലും കുഴപ്പമില്ല, ലാസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്താൽ മതി. സോ നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി. ഇനി ഇക്വേഷനിലോട്ട് ആവശ്യമായിട്ടുള്ള ഓരോ ഫിഗേഴ്സും നമ്മൾ കണ്ടെത്തണം. ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതായത് ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 10 lakh ആണ്. ഇനി ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് 10% ആണ്. സോ നമ്മുടെ ഫേസ് വാല്യൂ ആയിട്ടുള്ള 10 lakh ഇൻറ്റു 10%, ദാറ്റ് ഈസ് 10,000. ദാറ്റ് ഈസ് 10,000. സോറി, ഇത് 10,000 അല്ല, ഇവിടെ ചെറിയൊരു തിരുത്തുണ്ട്, ഇത് മിസ്റ്റേക്ക് ആണ്. ഇത് 10,000 അല്ല, ദാറ്റ് ഈസ് 1 lakh ആണ്. 1 lakh ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. സോറി ഫോർ ദ മിസ്റ്റേക്ക്. 1 lakh. നെക്സ്റ്റ് നോക്കൂ, ഡിസ്കൗണ്ട്. നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഡിസ്കൗണ്ടിലാണ്. സോ 10 lakhന്റെ 5%, ദാറ്റ് ഈസ് ₹50,000 ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ക്വസ്റ്റ്യനിൽ നേരിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ₹30,000. ഇതുവരെ ഉള്ളത് ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കൂ, നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഡിസ്കൗണ്ടിലാണ്, 5%. അതും കൂടെ കൺസിഡർ ചെയ്യണം. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു, ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 30,000. ഈ 3 കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ നമ്മൾ ഇഷ്യൂ ചെയ്തത് 10 lakhനാണ്, മൈനസ് ഡിസ്കൗണ്ട് 50,000. ഡിസ്കൗണ്ട് ആയതുകൊണ്ട് നമ്മളത് ഇഷ്യൂ പ്രൈസിൽ നിന്ന് ലെസ് ചെയ്യണം, 50,000. മൈനസ് ഇഷ്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ദാറ്റ് ഈസ് 30,000. സോ ആൻസർ വരുന്നത് 9,20,000 ആണ്. ഇതാണ് നെറ്റ് പ്രൊസീഡ്സ്. ഈ ഒരു കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധയോടെ കൂടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് RV, ദാറ്റ് ഈസ് റെഡീമബിൾ വാല്യൂ. അതായത് നമ്മൾ ഈ ഡിബഞ്ചർ എങ്ങനെയാണ് റെഡീം ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ 5 years ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു സെന്റൻസ് വായിച്ചു നോക്കൂ, ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആഫ്റ്റർ 5 years. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 5 yearന് ശേഷം നമ്മൾ ഡിബഞ്ചർ റെഡീം ചെയ്തെടുക്കും. സോ റെഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? വേറെ ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്തത് എത്രയ്ക്കാണോ, ദാറ്റ് മീൻസ് 10 lakh. ആ 10 lakhനായിരിക്കും നമ്മൾ 5 yearsന് ശേഷം ഇത് റെഡീം ചെയ്യുന്നത്. ദെൻ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, ദാറ്റ് ഈസ് ഓൾറെഡി പറഞ്ഞു ആഫ്റ്റർ 5 yearനാണെന്ന്. സോ N എന്ന് പറയുന്നത് 5 years ആയിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ നെറ്റ് പ്രൊസീഡ്സിന്റെ കാൽക്കുലേഷൻ ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധയോട് കൂടെ ചെയ്യണം. പിന്നെ റെഡീമബിൾ വാല്യൂ, ഈ ഒരു ക്വസ്റ്റ്യനിൽ കുഴപ്പമില്ല, കാരണം റെഡീം ചെയ്യുന്നത് ആഫ്റ്റർ 5 years എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആഫ്റ്റർ 5 yearsനെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ റെഡീം ചെയ്യുന്നത് അറ്റ് പാറിലാണ് എന്നുള്ളൊരു അസംഷനിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. സോ നമ്മൾ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി ഇക്വേഷനിൽ ഓരോ ഫിഗേഴ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. സോ ഇൻട്രസ്റ്റ് എത്ര വരുന്നത്? 1 lakh. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. പ്ലസ് റെഡീമബിൾ വാല്യൂ നമ്മൾ പറഞ്ഞു പാറിലാണ് എന്നുള്ളത്, സോ റെഡീമബിൾ വാല്യൂ ആയിട്ടുള്ള 10 lakh മൈനസ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 9,20,000. 9,20,000. ഈ 10 lakh മൈനസ് 9,20,000 ഡിവൈഡഡ് ബൈ, ഈ ഒരു ഫിഗറിന് മാത്രമാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട്? ബൈ 5. അതായത് ഈ ഒരു ഇവിടെ നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ then RV, that is 10 lakh. 10 lakh പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ 9,20,000 ഡിവൈഡഡ് ബൈ 2. ഡിവൈഡഡ് ബൈ 2. സോ ഇതിന്റെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 12.08
ആയിരിക്കും. 12.08%. ഒന്നും കൂടെ ഇതിനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ 1 lakh, ഓക്കെ, ഇതിനെ ഞാൻ ഒന്നും കൂടെ കാൽക്കുലേഷൻ പാർട്ട് ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ നോക്കൂ, നമ്മൾ ഇൻട്രസ്റ്റ് ഓൾറെഡി എഴുതുക. 1 lakh ആണ് തന്നിട്ടുണ്ട്. ആ 1 lakh നമ്മളിവിടെ എഴുതുന്നു. പ്ലസ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ള എത്രയാണ്? 10 lakh മൈനസ് 9,20,000 ഡിവൈഡഡ് ബൈ 5. ആ ഒരു പാർട്ട് ഒന്നിച്ചാണ് ചെയ്യേണ്ടത്. സോ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 16,000 ആണ്, 16,000 ഡിവൈഡഡ് ബൈ 1 lakh പ്ലസ് 9,20,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 9,60,000 ആണ്. ദെൻ ഇത് നമ്മൾ സോൾവ് ചെയ്യുക. ദെൻ ഇൻറ്റു 100 കൊടുക്കുക. സോ 1 lakh പ്ലസ് 60,000 ഡിവൈഡഡ് ബൈ 9,60,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 12.08% ആയിരിക്കും. സോ ഈ ഒരു കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ RV മൈനസ് NP ഡിവൈഡഡ് ബൈ N എന്നുള്ളൊരു പാർട്ട്, ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം ഈ ഒരു പാർട്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ആ കിട്ടുന്ന എമൗണ്ട് പിന്നീട് ഇൻട്രസ്റ്റിലോട്ട് ആഡ് ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. സോ RV മൈനസ് NP ഡിവൈഡഡ് ബൈ N, ആ ഒരു പാർട്ട് നിങ്ങൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 12.08% ആയിരിക്കും. സോ ഇങ്ങനെയാണ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റ് ബിഫോർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ആഫ്റ്റർ ടാക്സ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നും കൂടെ നോക്കാം. സോ നമ്മൾ ബിഫോർ ടാക്സ് കാൽക്കുലേഷൻ ഓൾറെഡി ചെയ്തു. ഇനി ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നേരത്തെ ചെയ്ത അതേ ഫിഗേഴ്സ് തന്നെയാണ്. എക്സ്ട്രാ ഇതിൽ വരുന്നത് 1 - T അപ്ലൈ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. സോ നമുക്ക് ബാക്കിയെല്ലാം സെയിം ആണ്. 1 - T മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ നമുക്ക് ആഫ്റ്റർ ടാക്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് കേസ് 2 ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് കാൽക്കുലേഷൻ എങ്ങനെയാ നോക്കാം. സോ ആസ് യൂഷ്വൽ നമ്മൾ ഇക്വേഷൻ ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. KD is equal to interest into 1 - T plus RV minus net proceeds divided by N. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻട്രസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഡിവൈഡഡ് ബൈ RV plus net proceeds divided by 2. ദെൻ ലാസ്റ്റ് പെർസെൻറ്റേജ് ഫോമിൽ കിട്ടാൻ വേണ്ടി ഒരു ഇൻറ്റു 100 കൂടെ കാണിക്കാം. സോ നമ്മുടെ ഈ ഒരു ഇക്വേഷനിലോട്ട് വേണ്ട എല്ലാ ഫിഗേഴ്സും നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിഫോർ ടാക്സിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്ത് സെയിം തന്നെയാണ് ഇവിടെ. എക്സ്ട്രാ വരുന്നത് ഈ ഒരു 1 - Tന്റെ ആപ്ലിക്കേഷൻ മാത്രമാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് ഈസ് 1 lakh ഇൻറ്റു 1 - T നമ്മൾ ഓൾറെഡി ഇത് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. 0.45 ആണ്. 0.45. സോ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. ഇൻറ്റു 0.45. ഇത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ പ്ലസ് RV റെഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത് 10 lakh ആണ്. 10 lakh മൈനസ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 9,20,000 ആണ്. ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് 5 ആണ്. ഇതും നമ്മൾ സെപ്പറേറ്റ് പാർട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനാണ് ഇവിടെ ബ്രാക്കറ്റ് ഇടുന്നത്. ഡിവൈഡഡ് ബൈ ദെൻ റെഡീമബിൾ വാല്യൂ അഗെയിൻ 10 lakh plus net proceed, that is 9,20,000 divided by 2. ഇനി ഇത് നമ്മൾ ഓൾറെഡി ഓരോന്ന് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റിൽ എത്തുന്നത്. സോ ഇത് ഇനി സോൾവ് ചെയ്യുന്ന സമയത്ത് 1 lakh into 0.45 അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 45,000 ആയിരിക്കും. 1 lakh into 0.45 പ്ലസ് ഇനി 10 lakh minus 9,20,000
ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 60,000 ആയിരിക്കും. 60,000 divided by 1 lakh plus 9,20,000 divided by 2. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 9,60,000 ആയിരിക്കും. ഇനി ഇത് സോൾവ് ചെയ്യുക, ഇൻറ്റു 100 കൊടുക്കുക. Then your answer will be എത്രയായിരിക്കും? 45,000 plus 60,000 divided by sorry 45,000 plus 60,000 divided by 9,60,000 into 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത്? 6.35% ആണ് ആൻസർ വരുന്നത്. സോ ഇതാണ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റ് ആഫ്റ്റർ ടാക്സ് കാൽക്കുലേഷൻ വരുന്നത്. സോ ആഫ്റ്റർ ടാക്സും ബിഫോർ ടാക്സും കാണിച്ചു തന്നിട്ടുണ്ട്. ചെറിയൊരു ഡിഫറൻസുകളും പിന്നെ ഈ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് റെഡീമബിൾ വാല്യൂ കാൽക്കുലേഷൻ, നെറ്റ് പ്രൊസീഡ്സിന്റെ കാൽക്കുലേഷൻ, ഈ ഒരു 2 പാർട്ടും പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അതിന്റെ ഒരു പാർട്ടും വരുന്ന സമയത്താണ് നിങ്ങൾ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കേണ്ടത്. ആ ഒരു പാർട്ട് കാൽക്കുലേഷൻ കൂടെ നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റെഡീമബിൾ ഡെപ്റ്റിന്റെ മുകളിൽ തന്നെയാണ് നോക്കാം. A 5-year debenture of ₹100 of a firm can be sold for a net price of ₹96.5. The coupon rate of interest is 14% and the debenture will be redeemed at 5% on maturity. Calculate cost of debt assuming 40% tax rate. Question വളരെ സിമ്പിൾ ആണ്. നോക്കൂ, ഒരു 5 year 5 ഇയറിന് ശേഷം റെഡീം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിബഞ്ചർ അറ്റ് ₹100, അതായത് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 100 rupees ആണ്. അതായത് ഒരു ഡിബഞ്ചർ അതിന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ₹100 ആണ്. ഇത് നമ്മൾ റെഡീം ചെയ്യും ആഫ്റ്റർ 5 ഇയർ. 5 ഇയറിന് ശേഷം നമ്മൾ റെഡീം ചെയ്തെടുക്കുന്നതാണ്. ക്യാൻ ബി സോൾഡ് ഫോർ എ നെറ്റ് പ്രൈസ് ഓഫ് ₹96.5. ഇത് സോൾവ് ചെയ്യുന്നത്, അതായത് ഈ ഡിബഞ്ചർ നമ്മളിപ്പോ പബ്ലിക്കിലേക്ക് വിൽക്കുന്നത് ഫോർ എ നെറ്റ് പ്രൈസ് ഓഫ് 96.5 ആണ്. സോ ഇതിൽ നിന്ന് നമ്മൾ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ്. അതായത് ഒരു ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. പക്ഷെ നമ്മളിപ്പോ അത് വിൽക്കുന്നത് 96.5-നാണ്. ദാറ്റ് മീൻസ് അത് വിറ്റിരിക്കുന്നത് എന്തിന്റെ ഇതിലാണ്? ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം, അതായത് ₹3.5 ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം ഇപ്പൊ അത് പബ്ലിക്കിന് വിൽക്കുന്നത് 96.5 എന്ന റേറ്റിലാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്നുള്ളതാണ്. അതൊരു ഹിഡൻ ഡീറ്റെയിൽ ആണ്. ദെൻ കൂപ്പൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 14% ആണ്. ആൻഡ് ദ ഡിബഞ്ചേഴ്സ് വിൽ ബി റെഡീംഡ് അറ്റ് 5% ഓൺ മെച്യൂരിറ്റി. ഈ ഒരു ഡിബഞ്ചർ ഓൾറെഡി പറഞ്ഞു 5 ഇയർ ബേസിലുള്ള ഒരു ഡിബഞ്ചർ ആണ്. 5 ഇയറിന് ശേഷം നമ്മളിത് റെഡീം ചെയ്യുന്നു അറ്റ് 5% ഓൺ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ മെച്യൂരിറ്റിന്റെ സമയത്ത് നമ്മളിത് 5%-ൽ റെഡീം ചെയ്യുന്നു. ഇവിടെയും ഒരു ഹിഡൻ ഡീറ്റെയിൽ ആണ്. നമ്മൾ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റ് 5%, അതായത് റെഡീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് വാല്യൂ എന്താണോ അതിന്റെ കൂടെ നമ്മളൊരു 5% കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെറ്റ് അസ്യൂമിങ് 14% ടാക്സ് റേറ്റ്. നമ്മുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്. സോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഇക്വേഷൻ, ഈ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്താണോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അസ്യൂമിങ് 40% ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. 14% ടാക്സ് റേറ്റ്. സോ ഇതൊരു ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് കാൽക്കുലേഷൻ ആണ്. സോ നമ്മുടെ ഇക്വേഷൻ KD is equal to interest into 1 minus T plus RV, redeemable value minus net proceeds divided by N, all divided by RV
redeemable value plus net proceeds divided by 2. ഇതാണ് നമ്മുടെ KD-യുടെ അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേഷന്റെ ഇക്വേഷൻ. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും വരിക? നമ്മുടെ ഫേസ് വാല്യൂ ആയിട്ടുള്ള 100ന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 14% ആണ്. സോ 100ന്റെ 14% എന്ന് പറയുമ്പോൾ എത്ര വരിക? 14. ദെൻ നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? നെറ്റ് പ്രൊസീഡ്സ് എത്ര പറഞ്ഞിട്ടുള്ളത് നോക്കൂ. NP നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിന് ശേഷം കമ്പനിക്ക് കിട്ടുന്ന എത്രയാണ്? 96.5. അതായത് ഡിസ്കൗണ്ടിലാണ്, അതൊരു ഹിഡൻ ഡീറ്റെയിൽ ആയിട്ടാണ് തന്നിട്ടുള്ളത്. നമുക്കിവിടെ നെറ്റ് പ്രൊസീഡ് ഓൾറെഡി നേരിട്ട് തന്നിരിക്കുകയാണ്. നെറ്റ് പ്രൈസ് ഓഫ് 96.5. അതായത് വിറ്റത് കമ്പനി ഇപ്പൊ സോൾഡ് ചെയ്യുന്നത് 96.5 ആണ്. സോ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് കമ്പനിക്ക് ഇത് ഇഷ്യൂ ചെയ്തതിന് ശേഷം കയ്യിൽ കിട്ടുന്നത് 96.5 ആണ്. ഇനി നെക്സ്റ്റ് എന്താ നമ്മുടെ ഇക്വേഷൻ ആവശ്യമായിട്ടുള്ളത്? 1 മൈനസ് ടി. അതായത് 1 മൈനസ് 0.4 ചെയ്യുമ്പോൾ എന്താ ആൻസർ വരുന്നത്? 0.6 എന്ന് ആൻസർ വരും. ഇപ്പൊ 1 മൈനസ് ടി കിട്ടി. ഇനി അടുത്തത് റെഡീമബിൾ വാല്യൂ. അതിന് മുന്നേ നമ്മൾ N, അതായത് നമ്പർ ഓഫ് ഇയേഴ്സ്, ഇത് റെഡീം ചെയ്യുന്നത് 5 ഇയറിന് ശേഷമാണ്. സോ N എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡീമബിൾ വാല്യൂ. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു റെഡീം ചെയ്യുന്നത് അറ്റ് 5% ആണ് ഓൺ മെച്യൂരിറ്റി. അറ്റ് 5% ഓൺ മെച്യൂരിറ്റി. സോ നമ്മുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 100. ഈ 100ന്റെ കൂടെ നമ്മൾ 100ന്റെ 5%ഉം കൂടെ അപ്ലൈ ചെയ്താലേ നമ്മുടെ റെഡീമബിൾ വാല്യൂ ആവുള്ളൂ. സോ 100 പ്ലസ് 100ന്റെ 5%, ദാറ്റ് ഈസ് 105. സോ ഇക്വേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫിഗേഴ്സും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആ ഫിഗേഴ്സ് നമ്മൾ നേരിട്ട് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഈസ് I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് 14 ഇൻറ്റു 1 മൈനസ് ടി എന്ന് പറയുന്നത് 0.6 ആണ്. 0.6 പ്ലസ് റെഡീമബിൾ വാല്യൂ എത്രയാണ്? RV എന്ന് പറയുന്നത് 105 ആണ്. മൈനസ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 96.5 ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് 5 ആണ്. ഇതൊരു സെപ്പറേറ്റ് കാൽക്കുലേഷൻ ആണ് ഇത് ചെയ്യേണ്ടത്. സോ നമ്മൾ അതിന് ബ്രാക്കറ്റ് ഇടുന്നു. ഡിവൈഡഡ് ബൈ എന്താണ്? RB, ദാറ്റ് ഈസ് 105 പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 96.5 ഡിവൈഡഡ് ബൈ 2. സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? നമ്മൾ ഇതിൽ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യണം. 14 ഇൻറ്റു 0.6 ചെയ്യുന്ന സമയത്ത് നമുക്ക് 8.4 ആൻസർ വരും. പ്ലസ് 105 മൈനസ് 96.5 ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 1.7 ആയിരിക്കും ആൻസർ കിട്ടുക. ഓൾ ഡിവൈഡഡ് ബൈ 105 പ്ലസ് 96.5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 100.75 എന്നായിരിക്കും. ദെൻ പെർസെൻറ്റേജ് ഫോമിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഇൻറ്റു 100 കൂടെ ചെയ്യുന്നു. സോ ദ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 10.02% ആയിരിക്കും. 10.02%. സോ ഇതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ട്, കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് കാൽക്കുലേഷനിൽ വരുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.